ഹലോ അസ്സലാമു അലൈക്കും മുത്തുമണികളെ, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ അതാ കുമാർജിൻ്റെ ഞാനുണ്ട് നമ്മളാ കഴുകിയ വാർപ്പിൻ്റെ മേലെ കേട്ടോ. ഇതാട്ടോ കഴുകിയത് ലാസ്റ്റ്. അപ്പോൾ ഇന്ന് അവിടെ വൈറ്റ് സിമെൻ്റ് അടിച്ചുന്ന പരിപാടിയാണ്. അപ്പോൾ ഏട്ടനൊക്കെ ഫോൺ എടുത്തിട്ട് വീഡിയോ എടുത്തിടക്കുന്നുണ്ട്. അപ്പോൾ വൈറ്റ് സിമെൻറ്റ് കൂട്ടുക കേട്ടോ, കാരണം ഇതിൻ്റെ മേലെ ഒന്നും അടിച്ചിരുന്നില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ മേലെ വൈറ്റ് സിമെൻറ്റ് അടിച്ചാൽ നിൽക്കുകയാണ്. അപ്പോൾ ആ പരിപാടിയാണ്. വൈറ്റ് സിമെൻറ്റ് പറഞ്ഞിട്ടോ. പിന്നെ ആ സാധനം ഇതെന്താ ആശിക്കേ? സോറിസ്കോട്ട് കേട്ടോ. അതായത് നമ്മളെ ചോർച്ച എല്ലാവർക്കും ഒഴിക്കണല്ലേ, വാട്ടർ പ്രൂഫിൻ്റെ. അപ്പോൾ അത് വെച്ചിട്ടാണ് അടിക്കുന്നത്. ഷൈൻജ് എന്താ പറഞ്ഞ് പാമ്പെടുത്തക്കാരനോ? ഇന്നലെ പാമ്പിനെ പിടിച്ചിരിക്കാൻ കേട്ടോ, മലമ്പാമ്പിനെ. എത്ര രൂപ ഇരുന്നേട്ടാ? 2 കിലോ. ആ അല്ല, എത്രയും നേരം 20 കിലോനായിരുന്നു. ആൾക്ക് മന്യന്മാരടി പറയണ്ടോക്കാനാണ്. അപ്പോൾ ഇതാ നമ്മളിതാ വൈറ്റ് സിമെൻറ്റ് കലക്കലെടുത്തി. ഇനി ബാക്കി ഞാൻ പിന്നെ വഴിയെ എങ്ങനെ കാണിച്ചു തരാം. ഈ പണി നടക്കില്ല. അക്ഷരങ്ങൾ തെറ്റിപ്പോണ്ടല്ലേ? ശരിയാവടാ, പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. നമുക്ക് പരിപാടി നോക്കാം. ആഷ്കില്ലേ ജില്ല അടിച്ചാ ഒന്ന് അടിച്ച് എന്നിട്ട് അണച്ച് പണിയെടുക്കാൻ. അടിച്ചു കാണിച്ചു കൊടുക്കട്ടെ. അടിക്കണ കാണിച്ചാലോ കേട്ടോ. മുമ്പത്ത് പോയിരുന്നിട്ടാണ് അടിക്കണേ. സംഗതി ലൂസിലാണല്ലേ കൂട്ടിക്ക് ആഷ്കെ. എല്ലാ കന്നി ഫുള്ള് അടയാൻ വേണ്ടിയിട്ടേ ഫസ്റ്റത്തെ കോട്ട് ലൂസിലാണ്. 2 കോട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ അടിച്ചെല്ലാം എടുത്തിട്ടോ. അപ്പോൾ ഇനി പണിയെടുക്കട്ടെ, അല്ലെങ്കിൽ മുതലാളി ചീത്ത പറയും രാഷ്കേ. അപ്പോൾ ഇനി ഇങ്ങനത്തെ അടിച്ചാണ്ടിച്ചെങ്കിൽ വിളിച്ചോളൂ കേട്ടോ. പണി നമ്മൾ ഏറ്റെടുക്കണതാണ്. ലാഷ്കേ പണി വിളിച്ചാൽ പണി ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റെടുക്കും കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ പെയിൻറ്റിങ്ങോ വൈറ്റ് സിമെൻറ്റ് അടിച്ചാനൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോളുണ്ട്. പണിയൊക്കെ അവിടെ തുടത്തിക്കും കേട്ടോ. ഞാൻ കാണിച്ചു തരാം പണിയെടുക്കേണ്ട റിസ്ക്. ഇതാ ടാങ്ക് വന്ന് ഒരു കയറ് കെട്ടിയിട്ട് ആ കയറ് പിടിച്ചിട്ടാണ് കേട്ടോ. അപ്പുറത്ത് കുത്താനുള്ള ചെരിവാണ് അവിടെ ഇരിക്കുന്നത് കണ്ടോ. കാരണം ഗ്രിപ്പ് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ്. അരിയിലങ്ങനെ പിടിച്ചിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതാണ് പെയിൻറ്റിങ്ങിൽ ഭയങ്കര റിസ്ക് ഉണ്ട് എന്ന് പറയുന്ന സംഭവം. ഇതാണ് ഇങ്ങനെയുള്ള ഓരോ ഭാഗങ്ങളാണ്. അങ്ങനെ ഇതാ ഇപ്പോൾ മൊത്തത്തിൽ കണ്ടില്ലേ. ഇനി മൊത്തം അടിച്ചിട്ട് കാണിച്ചിട്ട് കേട്ടോ ലാസ്റ്റിന്. ഇത് ഫുള്ള് നമുക്ക് അടിക്കാനുള്ളതാണ്. പോലെ ഇങ്ങനെ അതാ ആ മൂലക്കൊന്നും അടി കൊടുത്തിരിക്കണം. ഞാൻ അതാ ഈ മൂലക്കൊന്നും ഇങ്ങനെ അടി തുടത്തിക്കണം കേട്ടോ. ഇതാ ബ്രഷും ബക്കറ്റും. ലൈവ് ഒന്നുമല്ല, ഇത് നേരെ അപ്പുറത്തോട്ടോ മാങ്ങോട് മെഡിക്കൽ കോളേജ് ഈ വീടിൻ്റെ. അപ്പോൾ മക്കളേതാ നമ്മൾ അടി കൊടുത്തിട്ടോ. അടി കൊടുത്തി പറഞ്ഞു കഴിഞ്ഞാൽ വെയിലും പിന്നെ നേരം ഉണ്ടാവില്ല. ഇതിനെ വെയിലും പിന്നെ നേരം ഉണ്ടാവില്ല. കാരണം ഇതിപ്പോൾ ഉള്ളിലൊന്നും അല്ലല്ലോ, പുറത്തല്ലേ. അപ്പോൾ ഇത് അത് ഡയറക്റ്റ് ഒരു തെങ്ങല്ലാതെ ഇവിടെ വേറൊരു മറവും ഇല്ല. ഫുള്ള് വെയിൽ കൊള്ളേണ്ടി വരും. അപ്പോൾ വൈറ്റ് സിമെൻറ്റ് മാത്രമല്ല കേട്ടോ. അവിടെ കുറച്ച് വേറൊരു സാധനം അടിക്കുന്നുണ്ട്. വാട്ടർ പ്രൂഫ് കണ്ടിട്ട് വേറൊരു സാധനം ഉണ്ട്, അതും കൂടി അടിക്കാനുണ്ട്. അപ്പോൾ ആദ്യം ഇനി ഈ പണി കഴിഞ്ഞിട്ട് വേണം അത് അടിക്കാൻ. പിന്നെ നമ്മൾ പെയിൻറ്റിങ് മാത്രമല്ല കേട്ടോ, നമ്മളെ ഡിസൈൻ പണിയുണ്ട്. മണിയർ ഡിസൈനിങ് മാത്രമായിട്ട് നമ്മൾ വിളിക്കില്ല. വേറെ പണിക്കാർ പെയിൻറ്റിങ്ങിലും ഡിസൈനും ടെക്സ്ചർ പണി എന്നൊക്കെ പറയും. പെയിൻറ്റിങ്ങിലും ഡിസൈനിൻ്റെ ആ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആവശ്യം വെച്ചാൽ നമ്മൾ കോൺടാക്ട് ചെയ്തോളൂ. നമ്മളെ നമ്പർ കാണിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 90 61 00 24 39 ആയിക്ക് അടിച്ചാൽ മതി. നമ്മുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ അതിൽ ഫോട്ടോ വെക്കും. അപ്പോൾ മക്കളതാ വെയിലെന്ന് പറഞ്ഞാൽ ഇജാതി വെയിൽ തിജ്ജാണ്. വേർത്ത് ഇങ്ങനെ ഒലിച്ചണോ. ഇന്നത്തെ ഫുൾ ഡേ വെയിലത്ത് തീരുന്നത് വരുന്നില്ലേ കുമാർജ്? കരിഞ്ഞുണങ്ങുമോ വീട്ടിലേക്ക് എത്തുമ്പോഴത്തിന്? അപ്പോൾ നമ്മളെ ഫസ്റ്റത്തെ നമ്മൾ കൂട്ടിയ ബക്കറ്റിൽ സാധനം കഴിഞ്ഞു കേട്ടോ. മുട്ടിയിട്ടില്ല, ഒരു ചെറിയ ഭാഗം കൂടി ഉണ്ട് ഒരു സൈഡ് മുട്ടാൻ. ആ ഫ്രണ്ട് അടിച്ചു. ഈ ഒരു സൈഡും ഇപ്പുറത്തെ സൈഡും പിന്നെ ഇതിൻ്റെ ബാക്കൊക്കെ അടിക്കാണ്ട് കേട്ടോ. നല്ല വിശപ്പുണ്ട്. അപ്പം ഇന്ന് ചായ നേരത്തെ കുടിച്ചാണ്ട് വരും. അപ്പോൾ മക്കളേതാ നമ്മൾ ഈ നല്ല വെയിലുള്ള ഒരു സൈഡ് ഫുള്ള് മുട്ടിച്ചു കേട്ടോ. അതേപോലെ ആ ഫ്രണ്ടും ഈ സൈഡ് ഫ്രണ്ടും ഫുള്ള് മുട്ടിച്ചു കേട്ടോ. നല്ല വെയിലുള്ള ഭാഗം ഇവിടെയാണ്.
ആകെ വേർത്ത് കുളിച്ചു. അപ്പോൾ ഇനി ചായ കുടിച്ചാൽ ഇറങ്ങട്ടെ. ചായ കുടിച്ചണം, അല്ലെങ്കിൽ ചായ കുടിച്ചാൽ ശരിയാവില്ല, അല്ലെങ്കിൽ ഉള്ള സ്റ്റാമിന ഫുള്ള് വെയിൽ കൊണ്ടുപോകും. പിന്നെ ചായ കുടിച്ചാൻ വേണ്ടി ഇറങ്ങട്ടോ. അപ്പോൾ മക്കളതാ വേർത്ത് കുളിച്ചിട്ട് മേലെന്ന് അടിയൊക്കെ ഇറങ്ങിയിട്ട് ഫാനിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്. അല്ല AC ഇട്ടാലും കൂടി അങ്ങനെ കിട്ടില്ല. കാരണം ആ വേർപ്പൊക്കെ ഇങ്ങോട്ട് തണുത്ത് ഇറങ്ങാണ്ട് മേത്ത് കൂടെ ഫുള്ള് കണ്ടോ, ഫുൾ സൈഡിൽ കൂടി മൊത്തത്തിൽ വേർത്തിക്കണം. ചായ കുടിച്ചട്ടെ. അപ്പോൾ മക്കളെ നമ്മളെ അടിക്ക് എത്തിയപ്പോഴത്തേന് ഇവർ ചായ കൂടി തുടത്തേക്കും കേട്ടോ. അവരൊക്കെ ആദ്യം ഹാജരായിരിക്കണം. കറണ്ടിലായിട്ട് എമർജൻസി എത്തിച്ചു. ഈ വെളിച്ചൊന്നും പോരായിട്ട് എനിക്ക് മേലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കണ്ണിട്ടടച്ചേക്കാണ് വെയിലുണ്ടിട്ടില്ലേ. ചായ കുടിയും കാര്യങ്ങളൊക്കെ വീണ്ടും നമ്മള് രംഗത്ത് വീണ്ടും വെയിലാണ്. ആകെ വേർത്ത് പിണ്ടിയായിക്കൊണ്ടോ. വെള്ളം ഇങ്ങനെ ജഗ് ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുവന്നല്ലാതെ ദാഹം തീരുന്നില്ല മക്കളെ. വെയിലെന്താന്നുള്ളത് ഇതാ ഓൻ്റെ അടിയിൽ നിന്ന് കാണാട്ടോ. ഒരു പാകമല്ലായിട്ട് പാവത്തരി കൂടെ മറ്റേ ഒരു പാത്രം ഇട്ടിട്ട് അടിച്ചിട്ട് നിൽക്കാൻ പറ്റാത്ത അത്രയും വെയിലാണ്. ഇത് ഞാൻ ഫിനിഷാക്കാൻ നോക്കട്ടെ, എന്നാലേ നമ്മളെല്ലാവരെയും തടിയുമെന്ന് കിട്ടുള്ളൂ. അപ്പോൾ മക്കളെതാ നമ്മളെ ഫുള്ള് നമ്മൾ അടിച്ചിട്ടോ. ഈ ഒരു ഭാഗം വേറെയാണ് ചെയ്യുന്നത്. അത് ഫ്ലാറ്റായിട്ട് നിൽക്കുന്ന ഭാഗമാണ്. മറ്റേ ചെരിവൊക്കെ ഇതാ വൈറ്റ് സിമെൻറ്റ് ഫുള്ള് അടിച്ചിട്ടോ. മൊത്തത്തിൽ ഞാൻ കാണിച്ചു തരാം. ഇതാ ഈ സൈഡും ആ സൈഡും ഫുള്ള് മൊത്തത്തിൽ നമ്മൾ വൈറ്റ് സിമെൻറ്റ് അടിച്ച് കുട്ടപ്പനാക്കിട്ടോ വാർപ്പിൻ്റെ മേലെ. അപ്പോൾ ഇനി ഇതാ മേലത്തെ പണി കഴിഞ്ഞു, വെയിലുള്ള പണി കഴിഞ്ഞു. ഇപ്പോൾ അതാ ഉച്ച 1:18 ആയിക്കണം കേട്ടോ. സമയം 1:18 ആയിക്കണം. ആകെ ക്ഷീണിച്ചു. ഇനി ഇതാ നമുക്ക് അടിയിലേക്ക് ഇറങ്ങാം. ഇനി കുറച്ച് നേരം തണലത്തുനിന്ന് പണിയെടുക്കാം. വെയിലത്തുനിന്ന് കുഴങ്ങി. പിന്നെ നമുക്ക് മേലത്തെ പണി ഫുള്ളായിട്ട് കഴിഞ്ഞു കേട്ടോ. ഞാൻ അടിയത്തെ പെയിൻറ്റിങ്ങിൻ്റെ പരിപാടി മക്കളതാ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പെരയ്ക്ക് എത്തിട്ടോ. പെരയ്ക്ക് എത്തി മഴയൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ഇറിട്ടായിക്കണം. അപ്പോൾ നമ്മളെ പെങ്ങളെ കുട്ടികളൊക്കെ പോവാൻ നിൽക്കുകയാണ് അല്ലേ. പത്തുവോ പോവാ? ഇനി എന്നാ വരിക? അറിയില്ല. നാളെ സ്കൂളുണ്ടോ? നാളെ അവൾക്ക് സ്കൂളുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് പോണത്. ഇനി പോയിട്ട് എന്നാ വരിക? അറിയില്ല. പൗഡർ ഇട്ടിക്കണല്ലേ? അപ്പൊ ഇവര് പോവുകയാണെന്ന്. അപ്പൊ ഇവരെ കൊണ്ടാക്കാൻ പോണം അല്ലേ? കൊണ്ടാക്കാൻ പോണോ? ഇവരെ ഇപ്പൊ വരാന്നാ പറഞ്ഞേക്കണ്. ഇപ്പൊ വന്നിട്ടില്ലെങ്കിൽ ഞാൻ കൊണ്ടാക്കാൻ പോണ്ടി വരും. മുത്തവാ. അപ്പൊ ഇതാ ഇവര് പോകാൻ ഇറങ്ങിയപ്പോഴത്തേന് കറണ്ടും പോയിക്കോണം കേട്ടോ. മുത്തവാ പോകാണ്. ഇജ്ജ് പോവുക. ഇജ്ജ് പോവുക. ഇനി എന്നാ വരിക? എന്നാ വരിക പൊട്ടാ? അതുപോലെ പോകാൻ ഇറങ്ങിയപ്പോൾ കറണ്ടും പോയിക്കണം കേട്ടോ. മഴയുണ്ട്. നമുക്ക് പോലെ കൊണ്ടാക്കാൻ പോയിട്ട് കവറൊക്കെ ഇട്ട് റെഡി ആയിക്കോളൂ വണ്ടി പോകാൻ വേണ്ടിട്ട്. ഓള് സ്കൂളുണ്ടാവാണ്ട് അത്ര പോകണ, അല്ലേ ഇവിടെ നിന്നിരുന്നു. ഇത്ര തൊട്ടിട്ടേ അപ്പൊ നമുക്കിനി ഇവലെ കൊണ്ടാക്കട്ടെ കേട്ടോ. കൊണ്ടാക്കട്ടെ പറഞ്ഞാൽ അളിയും പകുതിക്കണ് വന്നിക്കണു. ഇനി പകുതി കൊണ്ട് പോയാൽ മതി, കൊണ്ടാക്കിയാൽ മതി അല്ലേ. എന്റെ പെച്ച് പകുതി വന്നിട്ടില്ല തുമ്മ. ഇപ്പതാ ഉള്ള സാധനങ്ങൾ മുയിക്കോളാ കൊണ്ടുപോകണത് ഇവിടുത്തെ ഇല്ലേ. എല്ലാരോടും സലാം പറഞ്ഞോ? അപ്പൊ അടുത്ത ആള് തലയിലിടാൻ കവറൊക്കെ എടുത്തിട്ട് ഇറങ്ങണം കേട്ടോ. ഉത്തവാ സലാം അലൈക്കും എന്ന് പറഞ്ഞ ഇല്ല, സലാം പറിച്ചിരുന്നില്ലെന്ന്. ഇജ്ജ് പോകണ്ട കേട്ടോ. ഇജ്ജ് ഇവിടെ നിന്നോ, എന്റെ അടുത്ത് നിന്നോ, മാമയുടെ അടുത്ത് നിന്നോ. ഇമ്മച്ച് പോയിക്കോട്ടെ. വാണം. അപ്പതാ നമ്മളിനി ഓല കൊണ്ടാക്കട്ടോ. അങ്ങനെ മക്കളെ നമ്മള് ഓല കൊണ്ടാക്കി പോന്നിട്ടോ. ഇത് മരുവന്റെ വക അമ്മായിമ്മക്ക് മീനാണ്, ഇത്ര മത്തിയാണ്. മാ അളിയൻ പകുതിക്ക് വന്നിരുന്നു കേട്ടോ. അതുകൊണ്ടേ ഓലെ കൊടുന്നാക്ക് ഓല് അവിടുന്ന് കേറിപ്പോയി. എന്നാ മീന് മരുവന്റെ വക എത്ര അമ്മായിമ്മക്ക്. ഓ അളിയൻ തങ്ങന്മാരോട് എത്തിക്കുന്നു. മക്കളെ കറണ്ട് ഇല്ല, കറണ്ട് പോയിക്കണം. ഇപ്പൊ എമർജൻസി വെയിറ്റ് ഇങ്ങനെ
പിടിച്ച് നിൽക്കുകയാണ്. ഏത് തങ്ങന്മാരോട് എത്തിക്കണം, തങ്ങന്മാരോട് പോകും. അപ്പോൾ മക്കളേതാ കറണ്ട് ഓല് പോയി കുറച്ച് കഴിഞ്ഞേക്ക് കറണ്ട് വന്നിട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ തൽക്കാലം അവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു കമൻറ്റിൽ Q&A എന്ന് പറഞ്ഞിട്ടൊക്കെ ഇട്ടു, പക്ഷെ അതിൻ്റെ റിപ്ലൈ ഒന്നും കാണാനില്ല കമൻറ്റിൻ്റെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ Q&Aൻ്റെ റിപ്ലൈയും കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാ നാളെ ആ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഇടാം. അപ്പോൾ തൽക്കാലം ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഈ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ പുതിയ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ Q&Aയിൽ ചോദിച്ചാലുള്ളത് ഇന്നും കൂടി ചോദിച്ചോളുണ്ട്, എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചാലുള്ളത്. ഇന്ന് എല്ലാവർക്കുള്ള റിപ്ലൈ ആണ് തരാമല്ലോ ഒന്നിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ചോദ്യങ്ങളൊക്കെ എല്ലാവരും ചോദിക്കാനുള്ളതൊക്കെ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ അതിനുള്ള ആൻസറായിട്ട് ഇൻഷാ അല്ലാ നാളെ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒക്കെ ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അസ്സലാമു അലൈക്കും.